ഒരു ഇഫ്താർ ഡിഷാണ് ഇത്. ഉരുളക്കിഴങ്ങും റവയും മാത്രം ഉപയോഗിച്ച് അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷ് തന്നെയാണ്. അതുമാത്രമല്ല, ഇത് പുറത്ത് ക്രിസ്പിയും അകത്ത് സോഫ്റ്റുമായിട്ട് എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷാണ്. ഇനി നമുക്ക് എങ്ങനെ ഇത് ഉണ്ടാക്കാം എന്ന് നോക്കാം. അതിനു മുമ്പായി ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. റവ നമുക്ക് കുറുക്കിയെടുക്കണം. അതിനുവേണ്ടി 1 കപ്പ് വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. 1/2 കപ്പ് റവയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഈ വെള്ളത്തിലേക്ക് അല്പം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് റവ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് കുറുക്കിയെടുക്കാം. അടി പിടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഇനി ഇത് 10 മിനിറ്റ് നേരത്തേക്ക് ആറാൻ വേണ്ടി വെച്ചേക്കാം. നേരത്തെ 2 ഉരുളക്കിഴങ്ങ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് ഉപ്പിട്ടാണ് നമ്മളിവിടെ അവിച്ച് വെച്ചിട്ടുള്ളത്. ഇതിലേക്ക് 2 പച്ചമുളക് ചെറുതായി മുറിച്ച് വെച്ചത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് കറി ലീഫും മല്ലിയിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. 1 സ്പൂൺ മുളക് പൊടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പച്ചമുളക് ആഡ് ചെയ്തുകൊണ്ട് ഇത്ര മുളക് പൊടിയുടെ ആവശ്യമേ ഉള്ളൂ. കാൽ ടീസ്പൂൺ പെരുംജീരകപ്പൊടി കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊക്കെ നന്നായി സ്മാഷ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ സ്മാഷ് ചെയ്ത് വെച്ച മിക്സ് ഇതുപോലെ ആക്കി വെച്ചിട്ടുണ്ട്. നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് മറുവശം ഇട്ട് കൊടുക്കാം. ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇത് കോരി മാറ്റാം. നമ്മുടെ ഇഫ്താർ ഡിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് സോസുമായി കഴിക്കുമ്പോഴാണ് അടിപൊളി ടേസ്റ്റ് കിട്ടുക. നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വീണ്ടും ഒരു അടിപൊളി വീഡിയോയുമായി വരുന്നതായിരിക്കും. ബൈ ബൈ.